I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams, we all want things, but what you gonna do for it, how you gonna move for it, what you gonna be? ഹായ്, എൻ്റെ പേര് അഫ്രിദ്. ഞാൻ ഷോക്കേവ് സ്റ്റുഡിയോസിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഷോക്കേവ് സ്റ്റുഡിയോസ് എന്ന് വെച്ചാൽ ഒരു വി ആർ ലൈക്ക് പ്രിൻറ്റിങ് സ്റ്റുഡിയോ. വി പ്രിൻ്റ് ഓൺ ഫാബ്രിക്സ്, ടീഷർട്ട്സ്, സാരീസ്, അങ്ങനെ പലതരം ഫാബ്രിക്സിൽ നമ്മൾ ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ് സർവീസസ് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 4 പേരുടെ ടീമാണ്. ഞാൻ അഫ്രിദ്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സലീഖ് ടേക്സ് കെയർ ഓഫ് ദ ബിസിനസ് സൈഡ്. പിന്നെ അരുണുണ്ട്. അരുണാണ് സ്റ്റൈലിസ്റ്റ്. സൈസിങ്, സ്റ്റൈലിംഗ് അതെല്ലാം നോക്കുന്ന അരുണാണ്. ദെൻ വി ഹാവ് എ ഡിസൈനർ. ഹർ നെയിം ഇസ് നാസ്മി. She takes care of all the designing aspects. Never stop, I'll get it if I want it. Gotta make to myself a promise, I won't quit. തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 years ആയി. 2 years മുമ്പാണ് ഇത് തുടങ്ങിയതെങ്കിലും ഉടനെ തുടങ്ങാമെന്ന് വിചാരിച്ചാണ് ചെയ്തത്. പക്ഷേ ഇത് പഠിച്ചെടുക്കാൻ തന്നെ 2 years ആയി. ഇത് വളരെ ഓൾഡ് മെത്തേഡാണ് സ്ക്രീൻ മേക്കിംഗ്, സ്ക്രീൻ പ്രിൻറ്റിങ്. ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ്ങിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് മെത്തേഡാണ്. പിന്നെ ഉള്ളത് ബ്ലോക്ക് പ്രിൻറ്റിങ്. അങ്ങനെ ഗുജറാത്തി പ്രിൻറ്റ്സ് എന്ന് പറഞ്ഞ് രാജസ്ഥാനിലൊക്കെ പോയാൽ ബ്ലോക്ക് പ്രിൻറ്റിങ് കാണാം. അതിന് ഏകദേശം അതേ ഏരിയയിലുള്ളത് തന്നെയാണ്. സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ നമ്മൾ ഫ്രം സ്ക്രാച്ച് ഫ്രെയിം ഉണ്ടാക്കുന്നത് മുതൽ ടെക്സ്റ്റൈൽ ഫാബ്രിക് ചൂസ് ചെയ്യുന്നത് വരെ എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. സ്ക്രീൻ മേക്കിങ്ങിൽ ഫസ്റ്റ് പണ്ട് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം മെഷ് കെട്ടും, പിന്നെ അതിനകത്ത് ഒരു ഫോട്ടോ സെൻസിറ്റീവ് എമൽസിൻ കോട്ട് ചെയ്യും, പിന്നെ അത് UV ലൈറ്റ് കൊണ്ട് എക്സ്പോസ് ചെയ്യും. ഇതെല്ലാം ചെയ്തിട്ടാണ് ഓരോ ഡിസൈനും ഓരോ സ്റ്റെൻസിൽ ഓരോ സ്ക്രീൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഡിസൈന് 7 കളേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ 7 സ്റ്റെൻസിൽസ് 7 സ്ക്രീൻസ് ഉണ്ടാക്കി ഓരോ ലെയർ ബൈ ലെയർ കളേഴ്സ് പ്രിൻ്റ് ചെയ്തിട്ടാണ് ഒരു ഡിസൈൻ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഡിസൈനിൽ മൊത്തം 7 കളേഴ്സ് ഉണ്ട്. അപ്പം ബ്ലാക്ക് ക്ലോത്തിൽ ഫസ്റ്റ് റെഡ്, യെല്ലോ, ഗ്രീൻ, സിയാൻ, ബ്ലൂ, മജന്ത, ലാസ്റ്റ് വീണ്ടും ബ്ലാക്ക് അടിക്കും. അപ്പോൾ ഇത്രയും ലെയേഴ്സ് അടിക്കുമ്പോഴാണ് ഫൈനൽ ഡിസൈനിൽ വരുന്നത്. അപ്പോൾ ഈ ഡിസൈന് മൊത്തം 7 കളേഴ്സാണുള്ളത്. അപ്പം നമ്മൾ 7 ഫിലിംസ് പ്രിൻ്റ് ചെയ്ത് സ്ക്രീനകത്ത് വെച്ച് എക്സ്പോസ് ചെയ്യും. ആ എക്സ്പോസ് ചെയ്ത സ്ക്രീനിൻ്റെ മുകളിലാണ് ഇങ്ക് ഒഴിച്ച് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്ക്രീനിൽ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം സപ്പോസ് ഒരു ഡിസൈനിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഒരു 20-25 കളേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് സ്ക്രീൻ മേക്കിങ്ങിൽ കൂടെ ഫോട്ടോഷോപ്പിൻ്റെ ഹെൽപ്പ് വഴിയും കളർ സെപ്പറേഷൻ്റെ ഹെൽപ്പ് വഴിയും എനിക്ക് വെറും 6 കളേഴ്സ് 6 അല്ലെങ്കിൽ 7 കളർ ഇങ്ക് വെച്ചിട്ട് എനിക്ക് ആ 20 കളേഴ്സും എനിക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റും. പിങ്ക്, പിന്നെ ഗ്രീൻ്റെ തന്നെ പല ഷെയ്ഡ്സ്, റെഡിൻ്റെ പല ഷെയ്ഡ്സ്, അങ്ങനെ എല്ലാം നമുക്ക് ആ സ്ക്രീനിൻ്റെ ഹെൽപ്പ് കൊണ്ടും ഫോട്ടോഷോപ്പിൻ്റെ ഹെൽപ്പ് കൊണ്ടും നമുക്കതെല്ലാം ഒരു ഫോട്ടോയിൽ 100 കളർ ഉണ്ടെങ്കിൽ പോലും എനിക്ക് വെറും 6 കളർ ഇങ്ക് വെച്ച് ആ 100 കളേഴ്സും ഫോം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഫോട്ടോഷോപ്പിൽ നല്ല ലൈക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ സ്ക്രീനിൽ ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്ക് നമ്മൾ ടെക്സ്റ്റൈൽ ഇങ്കാണ്. ഹൂബറിൻ്റെ ജർമ്മൻ ടെക്സ്റ്റൈൽ ഇങ്കാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ഫിനിഷാണ് പ്രിൻസിന്. നമ്മൾ ഇന്ത്യൻ ഇങ്ക്സ് ഉപയോഗിക്കുന്നതും രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജർമ്മൻ ഇങ്ക് ആയിട്ട് ഹൂബർ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഹൈ ക്വാളിറ്റി ഫിനിഷ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രിൻസിലും ഹൂബർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഫാബ്രിക്കിൽ ടീഷർട്ടിൽ പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഒരു ഗ്രെയിനി ഫീലായിരിക്കും ഇങ്ക്സിനുണ്ടാവുക. അപ്പോൾ അത് മാറാൻ വേണ്ടി നമ്മൾ ഈ ഹീറ്റ് പ്രസ് എന്നുള്ള ഒരു മെഷീനുണ്ട്. ആ ഹീറ്റ് പ്രസ്സിൽ വെച്ചിട്ട് നമ്മൾ ഫ്യൂസ് ചെയ്യുമ്പോൾ ലൈക്ക് ആ ഇങ്കും ഫാബ്രിക്കും കൂടെ ചേർന്ന്
ഫ്യൂസ് ആവുകയാണ്. അപ്പം അതായത് ഈ ത്രെഡ്സിനകത്ത് ഇങ്ക് ഡൈ ആവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ എത്ര വാഷ് ചെയ്താലും അത് പോവില്ല, അത് ലൈഫ് ടൈമാണ്. ഇനി നമ്മൾ സപ്പോസ് ആ ഫാബ്രിക് കീറിയാൽ പോലും ആ ത്രെഡ്സിനകത്ത് ആ ഇങ്ക് ഡൈഡ് ആയിരിക്കും. ഇതിപ്പം പഠിക്കാൻ 2 years എടുത്തു. അപ്പം 2 years സ്ട്രഗിള് ലൈക്ക് തുടക്കം മുതൽ ഇപ്പം എത്തുന്ന ഈ പോയിന്റ് വരെ എത്തുന്നതിന് ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം ഞാൻ മാത്രമല്ല, ഇപ്പം ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് ആയാലും ഫ്രം സ്ക്രാച്ച് അവർ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഇതിലുള്ള ഒരു മെയിൻ സാറ്റിസ്ഫാക്ഷൻ ഇപ്പം നമ്മൾ ലൈവായിട്ട് സ്ക്രീൻ പ്രിൻ്റ് നമ്മൾ എക്സിബിഷൻസിലും ലൈക്ക് ഫ്ലീ മാർക്കറ്റ്സിലൊക്കെ ചെയ്യും. അപ്പം അവിടെ വെച്ച് കിട്ടുന്ന ഒരു റെസ്പോൺസ്, ഇപ്പം 7 കളേഴ്സ് ഒന്നും അങ്ങനെ വളരെ റെയറാണ് ഇങ്ങനെ മാർക്കറ്റിൽ കാണാൻ കിട്ടുന്നത് ലൈവായിട്ട്. അപ്പം അത് കാണുമ്പോൾ കസ്റ്റമേഴ്സിനുണ്ടാവുന്ന ഒരു റിയാക്ഷൻ ഭയങ്കര സന്തോഷമുള്ളതാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകമുണ്ട്, അവർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ട്രെയിനിങ് സെഷൻസ് എല്ലാം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും പിന്നെ സ്വന്തമായിട്ട് ടീഷർട്ട് ബ്രാൻഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പലർക്കും നമ്മൾ അതിനുള്ള അസിസ്റ്റൻസും വർക്ക്ഷോപ്സും എല്ലാം കൊടുത്ത്, അങ്ങനെ നമുക്കുണ്ടായ സ്ട്രഗിള് അത് അവർക്ക് അത്രയും സ്ട്രഗിള് വരാതിരിക്കാൻ നമ്മൾ അവരെ കൈത്താങ്ങായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.